ഓപ്പറേഷൻ സിന്ദൂർ. അതെ, പഹൽഗാമിൽ കയറി ചൊറിഞ്ഞതിന് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടി. ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഓപ്പറേഷനിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒട്ടനവധി ഘടകങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കയ്യിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നൽകിയ ഒരു വജ്രായുധവും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വന്ന വെല്ലുവിളികളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർവീര്യമാക്കാൻ ഇവയ്ക്ക് സാധിച്ചു എന്നതാണ്. ആരെയാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചത്? ആ സുഹൃത്ത് ഇന്ത്യക്ക് നൽകിയ വജ്രായുധം എന്താണ്? വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. വളച്ചുകെട്ടാതെ നേരെ കാര്യത്തിലേക്ക് വരാം. റഷ്യയാണ് ഇന്ത്യയുടെ ആ ഉറ്റ ചങ്ങാതി. ഇനി റഷ്യ ഇന്ത്യക്ക് നൽകിയ ആ വജ്രായുധം എന്താണെന്നതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം ഒന്ന് അളന്നു വരാം. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. ചരിത്രാതീത കാലം മുതൽക്കേ ഉറ്റ ചങ്ങാതിമാരായി മാറിയവരാണ് ഇന്ത്യയും റഷ്യയും. സോവിയറ്റ് കാലഘട്ടത്തിൽ നിന്ന് മുതൽക്കേ പ്രതിരോധം, ഊർജം, ആണവോർജം, എടുത്തു പറയുകയാണെങ്കിൽ കൂടംകുളം ആണവോർജ പദ്ധതി, അതുപോലെ തന്നെ ബഹിരാകാശ പദ്ധതികൾ തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇന്ത്യ റഷ്യ ബന്ധം വലിയ രീതിയിൽ തന്നെ നമുക്ക് കാണാനാകുമെന്നതാണ്. പതിവായി സൈനിക ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തി വരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ റഷ്യ അകമഴിഞ്ഞ് സഹായിക്കുമെന്നതിൽ സംശയമേ വേണ്ട. ഇക്കഴിഞ്ഞ ഇന്ത്യയുടെ അഭിമാനകരമായ ഓപ്പറേഷൻ സിന്ദൂറിലും ഇത് നമുക്ക് കാണാനാകും. ഇനി റഷ്യ ഇന്ത്യക്ക് നൽകിയ വജ്രായുധത്തെ കുറിച്ച് പരിശോധിക്കാം. S-400 എയർ ഡിഫൻസ് സിസ്റ്റം. അതെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ പ്രധാനി എന്ന് വേണമെങ്കിൽ നമുക്ക് S-400 സിസ്റ്റത്തെ വിളിക്കാം. പാകിസ്ഥാനിൽ നിന്നും ഉയർന്നു വന്ന ഒട്ടനവധി ഭീഷണികളെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമല്ലേ എന്നത്. ശരിയാണ്, ഇതെല്ലാം നമുക്ക് നേരത്തെ അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിപ്പോൾ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൂടിയ പതിപ്പിനെ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. അതെ, റഷ്യ തങ്ങളുടെ ആദ്യ S-500 പ്രോമിത്യൂസ് റെജിമെന്റ് വിന്യസിച്ചുകൊണ്ട് വ്യോമ പ്രതിരോധ വാസ്തുവിദ്യയിൽ ഒരു നിർണായക പുരോഗതി കൈവരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത തലമുറ ഭീഷണികളെ നിമിഷ നേരം കൊണ്ട് നിർവീര്യമാക്കാനാകും ഈ S-500 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്. ഇനി ഈ S-500 സിസ്റ്റം എന്തിനെയൊക്കെയാണ് നിർവീര്യമാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഹൈപ്പർസോണിക് മിസൈലുകൾ, ഉപഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ബാലിസ്റ്റിക് പ്രൊജക്ടൈലുകൾ എന്നിവയിലാണ് S-500 പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിമാനം, ക്രൂയിസ് മിസൈലുകൾ പോലുള്ള തന്ത്രപരമായ വ്യോമ ഭീഷണികളെയാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിരുന്നതെങ്കിൽ S-500 ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർണായക നഗര കേന്ദ്രങ്ങൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ, സൈനിക ഇൻസ്റ്റലേഷനുകൾ എന്നിവയെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും Mach 5-ൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിലാണ്. S-500ന്റെ പ്രവർത്തനം നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. 600 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഈ സംവിധാനത്തിന് തടയാൻ കഴിയും. അതുപോലെ തന്നെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ശത്രു നിരീക്ഷണ ഉപഗ്രഹങ്ങളെയും അതുപോലെ തന്നെ പരിക്രമണ ആയുധ പ്ലാറ്റ്ഫോമുകളെയും അനായാസം തടസ്സപ്പെടുത്താനും കഴിയുമെന്നതാണ്. നൂതന റഡാർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ S-500 സംവിധാനങ്ങൾക്ക് ഡസൻ കണക്കിന് ഭീഷണികളെ ഒരേ സമയം കൈകാര്യം ചെയ്യാനാകും. അതിനുവേണ്ടി മൾട്ടി ടാർഗറ്റ് ട്രാക്കിംഗ് മോഡ് എന്ന സംവിധാനവും ഇതിലുണ്ട്. എന്തായാലും ഇന്ത്യ S-500 സംവിധാനങ്ങളിൽ അതീവ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധങ്ങളിലെ ദീർഘകാല പങ്കാളിത്തത്തിലൂടെ കയറ്റുമതി സാധ്യതകൾ വളരെ വലുതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 2018-ൽ $5.4 ബില്യൺ കരാറിന് കീഴിലാണ് S-400 സംവിധാനം ഇന്ത്യയെ ഏറ്റെടുത്തത്. എന്തായാലും S-400ന് മുകളിൽ നിൽക്കുന്ന S-500നോടും ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് പാകിസ്ഥാന്റെ അബാബിൽ മിസൈൽ, ചൈനയുടെ DF-17 ഹൈപ്പർസോണിക് ആയുധം എന്നിവയുൾപ്പെടെ അയൽക്കാരിൽ നിന്നുള്ള ബാലിസ്റ്റിക് ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ ബഹുതല പ്രതിരോധത്തെ അത്തരമൊരു സംഭരണം ശക്തിപ്പെടുത്തുമെന്നത് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സാങ്കേതികമായി S-500ന്റെ മോഡുലാരിറ്റി തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു. ഇന്ത്യയുടെ ആകാശ് NG അല്ലെങ്കിൽ DRDOയുടെ പ്രോജക്ട് കുഷയ്ക്ക് വേണ്ടി ഗാൻ റഡാറുകൾ പോലെയുള്ള ഘടകങ്ങൾ ബ്രഹ്മോസ് എയറോസ്പേസ് മോഡലിന് കീഴിൽ സഹവികസനം വളർത്തിയെടുക്കാൻ കഴിയും.